ഹായ് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണിയുണ്ട്. അപ്പൊ നമ്മള് ഫുട്ബോൾ കളിക്കാൻ പോവാ. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ പോവാ. ജോനെ പോലെ പോവാ. ഇവിടെ ജോയില് ഇതേ ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എടാ ഒന്ന് വാടാ അജയ് സാർ. എന്നാ അതു പിടിച്ചോ പിടിച്ചോ അതു പിടിച്ചോ. എടാ ആകാശേ വാ കളിക്കാൻ പോവാ. ഓ കിട്ടില്ല ക്ലൈമറ്റ്. ഇവിടെ കുറച്ച് 2-3 പേരൊക്കെ ജോലി കഴിഞ്ഞത് ഇങ്ങനെ വന്ന് നിക്ക മടി പിടിച്ചിട്ട്. ഇപ്പൊ കണ്ട മൊത്തത്തിലൊരു നൈസ് വെതറാണ്. നിനക്ക് തന്നെ കാണാൻ പറ്റും. അതെ മോനെ. എടാ അമ്മരോടെ അവരിപ്പോ വരും. ഇതാണ് നമ്മളെ വീട്. ഇവിടെ കണ്ട എല്ലാ വീടും ഏകദേശം ഒരേപോലെയാണ് അല്ലേ മോനെ? അതെ. അമ്മർക്ക് ബോറടിക്കില്ലേ ഈ ഒരേ വീട് തന്നെ കണ്ടിട്ട്? പക്ഷെ നല്ല രസമുണ്ട്. ആദ്യം ഫുട്ബോൾ കളിക്കട്ടെ, എന്നിട്ട് ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ, ബോൾ എടുത്തോ? ഫുട്ബോൾ ഇല്ല, അമ്മരോട് പറയാം. പിന്നെ എന്ത് തോന്നുന്നു ഇന്ന് ജോലി എങ്ങനെ? ജോലി ഇന്നലെ രാത്രി 11 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് 6 മണിക്ക് പിന്നെ എണീറ്റ് പോയി. 4 മണിക്കൂറാണ് ഉറങ്ങിയോളൂ. പിന്നെ ഇപ്പൊ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി, ഇതേ കളിക്കാൻ പോണം. ഇപ്പൊ 2 ദിവസം അവധി, അതുകൊണ്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. അതന്നെ 2 ദിവസം അവധിയാണ്. ഇപ്പൊ ഒന്ന് കളിക്കണം. കളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ സെറ്റ് ചെയ്തല്ലേ? അതെ, ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബീഫും പൊറോട്ടയും ബീഫ് അടിക്കുന്നു. അവിടെ പിള്ളേർ കളിക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതേ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടാണ്. അവിടെ കുറച്ച് പിള്ളേരുകൾ കളിക്കുന്നുണ്ട്. കണ്ട നമ്മളെ ഈ ക്ലൈമറ്റ് നല്ല ആകുമ്പോ ഫുള്ള് നല്ല ഭംഗിയാണ്. നമുക്ക് തന്നെ ഒരു ഫീൽ വരും. നേരിട്ടാകുമ്പോ നല്ല രസമാണ്. വീഡിയോയിൽ എത്രമാത്രം കിട്ടണമെന്ന് അറിയില്ല. എവിടെ തീരെ തണുപ്പില്ലെന്ന്. പിള്ളേരുടെ അവിടെ ചെറിയൊരു ഫുട്ബോൾ പോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോസ്റ്റ് മറച്ചിട്ടേക്കുവാ പിള്ളേര്. ഇതെന്താ ബാഗൊക്കെ എടുത്ത്? എടാ ജോലി ഫുട്ബോൾ എടുത്താ? എടാ ഒന്ന് പറയാൻ എടുക്കാൻ. ജിമ്മ് മറ്റേ രാത്തിങ്കൽ ഗ്രൗണ്ട്. അതാ ആകാശ് ജോയ് ഇറങ്ങിയിരിക്കുക. ആകാശേ ഫുട്ബോൾ എടുക്കടാ. ഫുട്ബോള് അജയ് സാറ് ഫുട്ബോൾ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന മടുക്കും. അതെയാ? ഓക്കെ. അതെ, ജോലിയൊക്കെ കഴിഞ്ഞു. എന്ത് ഇത് മറ്റേ റൈസ് കേക്കാ അല്ലേ? ഹായ് ആകാശ്. ഹായ് അജയ് സാർ. അങ്ങനെ നീണ്ട ആഴ്ചകൾക്ക് ശേഷം ജോലി ഇല്ലാത്തൊരു ദിവസം അല്ലേ? വളരെ നാളുകൾക്ക് ശേഷം അജയ് സാറ് വീട്ടിലുള്ള പാലക്കാട് വലിയ വോളിബോൾ പ്ലെയർ ആയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആണോ അജയ് സാറേ? ആണോ? വോളിബോൾ പ്ലെയർ ആയിരുന്നോ? ഏതായിരുന്നു പൊസിഷൻ? പൊസിഷൻ ഏതായിരുന്നു? അല്ല ഫുട്ബോൾ കളിക്കുമ്പോ വോളിബോൾ ഞാന് മറ്റേ ഇതായിരുന്നു, സെറ്റർ ആയിരുന്നു. ആണോ? ഉണ്ടായിരുന്ന കളിക്കാണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും അടിപൊളിയായിട്ട് വോളിബോൾ കളിക്കുക. പക്ഷെ നല്ലൊരു ഗ്രൗണ്ട് ഇത് വേണമെന്നുള്ളൂ. കണ്ടക്ടർ അല്ല, നമ്മള് വ്ളോഗിങ് ഗാഡ്ജറ്റ്സ് ഒക്കെ അടങ്ങിയ ബാഗാ. ആദർശ് ഇതാണ് നമ്മളെ കൂട്ടുകാരൻ ആദർശ്. ഇൻട്രൊഡ്യൂസ് ചെയ്യ് ഫാൻസ്. നിന്നെ പറ്റി പറ. എടാ മര്യാദക്ക് പറയടാ. നിന്നെ പോലീസ് പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നല്ല, മര്യാദക്ക് കൂട്ടുകാരന്മാരോട് സംസാരിച്ചത്. എന്റെ വീട് കോട്ടയത്താണ്. ജോന് മൈക്ക് കൊടുക്ക്, ചെക്കൻ പറയട്ടെ. എക്സാക്ട്ലി മരങ്ങാട്ടോളി അടുത്തായിട്ട്. ജോനെ വണ്ടി വരുന്നത് ഒതുങ്ങണം. പിടിച്ചോളൂ. നീ ചാടിയൊക്കെ ഒഴിവാക്കി. കളിക്കാൻ പോകുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോവാ. സ്റ്റെമ്പ് ഒന്നും ഇല്ല. സ്റ്റെമ്പ് ഒരെണ്ണം മേടിക്കണം കേട്ടോ അടുത്ത ദിവസം. എടാ ആകാശ് പവലിയൻ സ്റ്റെമ്പ് ഉണ്ടോ? അറിയില്ല. അവിടെ നിന്നിട്ടില്ല. ഡെക്കാത്തലോണിൽ നോക്കാല്ലേ? നാട്ടിലൊക്കെ ആണെങ്കിൽ തെങ്ങിന്റെ മടൽ വെച്ച് വെട്ടി സ്റ്റെമ്പ് വെക്കായിരുന്നില്ലേ? ഇവിടെ തെങ്ങുമില്ല, ഒന്നുമില്ല. നാളെ ഫ്രീ. നിങ്ങൾക്ക് ജോലി നമ്മുടെ അശ്വിനോ? ഒരു പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാലേ. അതെ. അല്ലെങ്കിൽ പിന്നെ ആകാലം പോയി പോവും. എടാ സ്രാവം വരുമോ നേരം അങ്ങോട്ട് കളിക്കാൻ? വീട് പൂട്ടിയായിരുന്നു.
ഒഫൻസീവായ വാക്കുകൾ ഉപയോഗിക്കരുത്. നമ്മള് ഇവിടെ ഫാമിലി ഓഡിയൻസ് അത് ഇത് കാണുന്ന ഒരു ചാനലാണ്. എന്റെ ഫേസ് ഒന്ന് വെട്ടി കളഞ്ഞേക്കോ. ഇവനൊക്കെ ശരിക്കും കാണിച്ചു കൊടുക്കണം. കോട്ടയംകാരൻ മനസ്സിലാക്കട്ടെ ഇങ്ങനെയാണ് എന്റെ സ്വഭാവം. അതെന്ത് പരിപാടി? പൂക്കിമരം തേടി പോണം. പൂക്കിമരം ഫോട്ടോ എടുക്കാം. ഭയങ്കര ബിസിയാണ്, ബിസിയാണ്, ഫുൾ ബിസി. മാനേജർ അല്ലേ? വാ കടന്നു. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്തുണ്ടാവില്ലേ? ഒരു 900 മീറ്റർ. 950 മീറ്റർ. എക്സ്പ്രസിൽ പോയിട്ട് എന്തൊഴിക്ക് ഇടക്കാലാശ്വാസം. ഒമ്പതേരേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് പ്രായമില്ല, 27 വയസ്സായില്ലേ? അത് 2 കൊല്ലം കഴിഞ്ഞാ 27 വയസ്സായല്ലേ? വാ സമ്മതിക്കാം. എന്തിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കേണ്ടത്? ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, പറഞ്ഞോ. അയർലൻഡിലുള്ള ആൾക്കാർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇല്ല എന്തുകൊണ്ടായിരിക്കും? പിന്നല്ലാണ്ട് അത് പിള്ളേരൊക്കെ കുറച്ചുകൂടി അവിടെ ഒരു ടൂട്ടു ഇടണം. പോയി അത് സൈറ്റ് മാറി. നമ്മിഞ്ഞേ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാൻ പോവാ. അത് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ നമ്മളിവിടെ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ പിള്ളേർക്കൊക്കെ ഒരു മോട്ടിവേഷൻ. അത് അത്രേ ഉള്ളൂ. പിന്നെ അയർലൻഡ് ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ആൾക്കാർക്ക് ലിംഗാദഹനം തോന്നുന്നു. ലിംഗദഹനം ഇവന്മാര് ബാറ്റ് കൊണ്ടിരുമ്പോഴേ ബാറ്റും കൊണ്ട് നടന്നു വരുമ്പോ മൊത്തത്തിൽ കൊട്ടേഷനിലെ നോക്കി ജോലൊക്കെ തനിക്കുണ്ടാ. മറ്റേ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, വള്ളി ട്രൗസറും വള്ളി പാന്റും ഒരു നാട്ടില് എങ്ങനെ നടന്ന അതാ. ഇപ്പൊ എല്ലാ ദിവസവും ജിമ്മിലും അല്ല നല്ലതാ. നല്ല ഹെൽത്ത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നതാണ്. എന്തായാലും ഹെൽത്ത് ശ്രദ്ധിക്കണം. അതെ, ഹെൽത്ത് ശ്രദ്ധിക്കട്ടെ. അപ്പൊ നമ്മുടെ ഹെൽത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നൊരു ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് രാത്തിങ്കൾ കളിക്കുക. തണുപ്പൊന്നുമില്ലല്ലോ. അർത്ഥങ്ങൾ മാറല്ലേ, സൂക്ഷിച്ചു ഉപയോഗിക്ക്, സൈറ്റ് മാറും. ജോല ഹായ് പറടാ. ഹായ് ഹായ്. ആളുടെ ടിൻ ബ്രദർ ആട്ടാ ജോയൽ പൂനാഗുഡി ജോൺസൺ. സ്ഥലം പറയും. സ്ഥലം ഇടുക്കിയുടെ എറണാകുളത്തിന്റെ നടുക്കായിട്ട് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിമനോഹരവും പ്രകൃതി രമണീയവുമായ സ്ഥലമാണ് വണ്ണപ്പുറം. വണ്ണപ്പുറത്ത് ഇഷ്ടം പോലെ ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീം ഇഷ്ടം പോലെ ഉണ്ട്. ഈ തവണ ഇടുക്കി പ്രീമിയർ ലീഗ് നടത്തിയത് ടൊർണാഡോസ് ക്രിക്കറ്റ് ക്ലബ്ബാണ്. ഓ, അത് ഫണ്ട് ചെയ്തതാരാ? അത് ഫണ്ട് ചെയ്ത മണപ്പാട്ടിൽ ജോയൽ. ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമിന്റെ പേര് ടോപ്പ് വിങ്സ് എന്നായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ലോക്കായി പോയി. എല്ലാരും കൂടെ അപ്പുറം ഇപ്പുറം ഇങ്ങോട്ട് നമ്മളിവിടെ വന്നു. ഇവിടെ അങ്ങനെ എല്ലാം പോയി. ഇതാണ് ആകാശ്. ആകാശും ജോലും ആകാശ് എന്നും കിടന്നുറങ്ങുമ്പോ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക, കാല് പിടിച്ച് വാരി നിലത്തിടും. ഇതാണ് ഇവന്റെ, അതൊക്കെയാണ് അവന്റെ എന്റർടൈൻമെന്റ്. കാലെ പിടിച്ച് വലി അതെ, കൂട്ടുപങ്കാളി. വേറെ അർത്ഥത്തിലൊന്നും എടുക്കരുത്. ചെക്കനിപ്പോ ജോലി ചെയ്തിട്ട് ഭയങ്കര പണിയിലേക്കുള്ളൂ. ഞാൻ നേരത്തെ പോയിണ്ടായി അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ചെക്കൻ തകർത്തോണ്ടിരിക്കുക. പെട്ടെന്ന് പണി തീർത്താൽ ഉടനെ അടുത്ത പണി തരാന്ന്. ഇതാണ് നമ്മുടെ അതിവിശാലമായ ഗ്രൗണ്ട്. രാത്തിങ്കലിന്റെ ഒഫീഷ്യൽ ഗ്രൗണ്ട്. പിള്ളേര് ഫുട്ബോൾ കളിക്കാൻ പിള്ളേര് സാധാരണ ഇവിടെ സമ്മർ ക്യാമ്പ് ഒക്കെ നടക്കണുണ്ട്. പക്ഷെ ഇന്നില്ല തോന്നുന്നുണ്ടല്ലോ ക്യാമ്പ്, മഴ കാരണം. എടാ ബാറ്റ് സ്റ്റെമ്പ് നമുക്ക് വെട്ടേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റെമ്പിന് വേണ്ടിയിട്ട് നമ്മൾ 3 കമ്പ് കണ്ടുപിടിക്കണം. ഏത് സ്റ്റെമ്പ്? പക്ഷെ ഇവിടെ ബോള് കുത്തിപ്പോങ്ങുന്ന സംശയം. എന്തേലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും മരൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ കളിക്കാൻ പോവുകയാണ്. ബോൾ എടുത്ത് വെച്ചിട്ടാ ഇല്ല, നമുക്ക് അവിടെ ഒരു സൈഡിൽ വെക്കണം.
എവിടുന്ന് അവിടെ ഇങ്ങോട്ടേക്ക് വിളിക്കാം വെയില് വരുന്നു ആ അല്ല അപ്പൊ അങ്ങോട്ടേക്ക് വിളിച്ച ക്രിക്കറ്റ് ആകാശ പൊളിതറാ പക്ഷെ പൊളി 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 പിള്ളേർക്ക് ബോളറിനോട് ഏയ് അവിടെ പോയിട്ട് പൊളിയാ ഇതേ നമുക്ക് ആകാശിന്റെ ബോളിങ് ആ ജയ് ഫസ്റ്റ് ബോൾ ഔട്ട് ഇട്ടാ മാറിക്കോ ഓ താങ്ക് യു ഏയ് ഏയ് ഏ ആകാശ തളരരുത് തളരരുത് രാമൻകുട്ടി തളരരുത്. ഞാനൊരു 2 ബാറ്റ് ചെയ്തിട്ട് എനിക്ക് തരും എടാ ഒരു 2 ഒന്നോ അടി അടി ഈ ബ്ലോക്ക് ഇതാ ജോയിലെ നമ്മളെന്താ ടീം ഇട്ടാ കളിക്കണം അപ്പൊ എല്ലാവർക്കും ബാറ്റിംഗ് കിട്ടും അടി അടിച്ചിട്ട് നിനക്ക് 2 തരുന്നു അതെ അതാ പറഞ്ഞോളൂ. ആദർശിന്റെ ബോളിംഗ് ആദർശ കമോണ്ടാ ആയി എടുക്കടാ നീ വെറുതെ കളിക്കാൻ ഞാൻ ഇതിന് തരില്ലോട്ടാ എടാ ഒരു ബാറ്റ് അടിക്കാൻ നിൽക്കുന്നില്ലേ എടാ അതിട്ട് നമുക്ക് കളിക്കാൻ നേരം അത് കുഴപ്പമില്ല ഞാൻ കണ്ട അനിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട് ബാറ്റിംഗ് കൊടുക്കാൻ വേണ്ടി ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്കാം ആണ് ജോമോനും ജോയിലും അല്ലെ എന്തൊക്കെ അതായത് അനിയനും ചേട്ടനും കൂടെ നാട്ടുകാരെ പറ്റി ഇറങ്ങിയേക്കാ. ഇപ്പൊ തന്നെ അതല്ല കോമഡി എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അനിയൻ രണ്ടടി ചോദിച്ചപ്പോ ചേട്ടൻ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കും അവിടെ നിന്ന് കൊടുക്കടാന്ന്. അത് സ്നേഹതാണ് പക്ഷെ എന്നുവെച്ചാ നീ സ്നേഹിച്ചോ നാട്ടുകാരെ ഒപ്പിച്ചിട്ട് സ്നേഹിക്കണ്ടത് ഒഫൻസീവ് വാക്കുകൾ ഉപയോഗിക്കരുത് ബോൾ കൊടുക്കടാ ഇതുണ്ട് ഇവിടെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബോൾ കൊണ്ട് കളിക്കുമ്പോ അടിച്ചുവിട്ടതിന് ശേഷം പിന്നെ വല്ല പട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പട്ടികൾ പിന്നെ ബോൾ അടിച്ചോണ്ടു അതൊരു പ്രശ്നം ഷിഫ്റ്റ് ഇട്ട് കളിയുടെ ഷിഫ്റ്റ് ഇട്ട് എവിടെ സാക്കിട്ടില് അതെവിടെയാണ് വേറെ കൊണ്ട് അപ്പട്ടെ സൂപ്പർ ദേ പോണോ ഇന്ന് വേണ്ട ഇന്ന് ഓഫാ അല്ല ബുധൻ മുതല് ശനി വരെ കുഴപ്പമില്ല ഏയ് അപ്പം താമസിക്കണോ? അവിടെ നിന്ന് ബസ്സിൽ ഇങ്ങോട്ട് ടാക്സി വിളിക്കാൻ ചെയ്യാലേ ജോബ് കൊണ്ടാക്കി തരും കാറിന് എടാ നാളെ ഞാൻ ടാക്സി വിളിച്ചു പോയതാ മിനിയാന്ന് എവിടെ ഇവിടുന്ന് അല്ല വിക്കിലോ എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ മാറ്റി നോക്കട്ടെ സ്റ്റെമ്പിന്റെ ഇവിടെ ഇതേ കണ്ട ഇന്റർനാഷണൽ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ മണ്ണപ്പുറം എഫ് സി ടീമിലത്തെ മെയിൻ കളിക്കാരനാണ് ഇങ്ങനൊന്നല്ല. ഈ വണ്ണപ്പുറത്ത് ഇങ്ങനെ എന്തോ ഇവന്മാര് full ഉടായിപ്പാടാ. അതായത് ഒറ്റ നയമുള്ളൂ വണ്ണപ്പുറം റൂൾസ് ഒരു കാര്യം പറയട്ടെ, പിന്നെ എത്ര മാറ്റം വെക്കണ്ടേന്ന് വെക്ക് വെക്ക്. ഞങ്ങളങ്ങനെ അളവൊന്നും ഇല്ല അല്ലേ നേരെ കൊണ്ട് പോവാ. ഡബ്ലിന് നേരെ അത് വിക്ലോക്കിലുള്ള പോകുന്നു ഒരാൾ 20 പറ്റി ഒരാൾ അനിയൻ 15 അല്ല ചേട്ടൻ 15 അനിയൻ 20 എന്റെ പൊന്നു മോനെ അത്രയും വേണ്ട കഴിഞ്ഞ ദിവസം കളിച്ച കളി കളിച്ചാൽ ആ ഇത് മതി ഇത് മതി ബാറ്റ് തന്നെ 2 ബാറ്റ് ഇട്ടെ സെറ്റ്